ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ടിക്കറ്റ് ഫിനാലെ ടാസ്കുകളിലെ മൂന്നാമത്തെ ടാസ്ക് തുലാഭാരം എന്ന ഈ ഒരു ടാസ്കിലെ എല്ലാവരുടെയും പ്രകടനം ഒന്നിനൊന്ന് അടിപൊളിയായിരുന്നു കേട്ടോ. കഴിഞ്ഞ ടാസ്കിന് വിപരീതമായി ഒരാൾ ടാസ്ക് ചെയ്യുമ്പോൾ എല്ലാവരും അവിടെ ഗാർഡൻ ഏരിയയിൽ നോക്കി നിന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എല്ലാവരുടെയും പെർഫോമൻസ് ഒന്നിനൊന്ന് വെച്ചം. നെവിനാണേലും ആദിലയാണേലും അക്ബറ, ആര്യൻ, സാബുമാൻ, നൂറ എല്ലാവരുടെയും പെർഫോമൻസ് എടുത്തു പറയണം. വളരെ പെട്ടെന്ന് തന്നെ ബോൾ ബാലൻസ് ചെയ്ത് ഇവരൊക്കെ പൊസിഷനിലേക്ക് എത്തിച്ചു. പെട്ടെന്ന് അവസാനിച്ച പോലെ ഫീൽ ചെയ്തു. ഉച്ചക്കത്തെ പോലെ ഒരു തരി പോലും ലാഗ് അടിച്ചിട്ടില്ല. ഷാനവാസിനെയും മനീഷിനെയും കാര്യം നമ്മൾ എടുത്തു പറഞ്ഞ് വേറൊരു വീഡിയോ തന്നെ പറഞ്ഞിരുന്നു. എല്ലാവരുടെയും ടൈമിങ്സിൽ വലിയ ഡിഫറൻസ് ഒന്നും വരാൻ സാധ്യതയില്ല എന്ന് ടാസ്ക് കണ്ടുകൊണ്ടിരുന്നപ്പോഴേ തോന്നിയിരുന്നു. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. സെക്കൻഡുകളുടെ ഡിഫറൻസിലൊക്കെ ചിലരൊക്കെ ടാസ്ക് നോക്കി. 6 മിനിറ്റ് എടുത്ത് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത് അനുമോളാണ്. 1 പോയിന്റ് ആണ് അനുമോൾ നേടിയത്. 3 മിനിറ്റും 25 സെക്കൻഡുകളും എടുത്ത് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത് സാബുമാനാണ്. 2 പോയിന്റുകളാണ് സാബുമാൻ നേടിയത്. 3 മിനിറ്റ് 12 സെക്കൻഡ്സ് ആണ് ആദില എടുത്തത്. 3 പോയിന്റുകൾ ആദില നേടി. 2 മിനിറ്റും 47 സെക്കൻഡും എടുത്ത് ഈ ഒരു ടാസ്ക് പൂർത്തിയാക്കി ഷാനവാസ് നേടിയത് 4 പോയിന്റുകളാണ്. 1 മിനിറ്റും 50 സെക്കൻഡുമാണ് അനീഷ് ഈ ഒരു ടാസ്ക് ചെയ്യാനായിട്ട് എടുത്തത്. 5 പോയിന്റുകളാണ് അനീഷ് നേടിയത്. 5 പോയിന്റുകൾ. 1 മിനിറ്റ് 41 സെക്കൻഡുകൾ എടുത്ത് ഈ ഒരു ടാസ്ക് ചെയ്തത് നൂറയാണ്. നൂറ 1 മിനിറ്റ് 41 സെക്കൻഡ്. 6 പോയിന്റുകളാണ് നൂറ നേടിയത്. 1 മിനിറ്റ് 1 സെക്കൻഡ് എടുത്ത് ഈ ഒരു ടാസ്ക് പൂർത്തിയാക്കിയത് നെവിനാണ്. നെവിൻ തകർത്ത് കേട്ടോ, തകർത്ത് വാരി. 7 പോയിന്റുകളാണ് നെവിൻ നേടിയത്. 42 സെക്കൻഡുകൾ മാത്രം എടുത്ത് ഈ ഒരു ടാസ്ക് ചെയ്തത് അക്ബറാണ്. 8 പോയിന്റുകളാണ് അക്ബർ നേടിയത്. 40 സെക്കൻഡുകൾ മാത്രം എടുത്ത് ഈ ഒരു ടാസ്ക് ചെയ്തത് ആര്യനാണ്. 9 പോയിന്റുകളാണ് ആര്യൻ നേടിയത്. ആര്യനാണെന്ന് തോന്നുന്നു വീണ്ടും ടോപ്പിലേക്ക് എത്തിയത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.